ഈ ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ ഒരു വക്താവാണ്. പക്ഷേ പാർട്ടി ഒരു കരിവേപ്പിലയുടെ വില പോലും ഷമാ മുഹമ്മദിന് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 മാർച്ചിൽ അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല എന്ന് കെ സുധാകരൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പറഞ്ഞതും നമ്മൾ ഓർക്കണം. അങ്ങനെ കുറച്ച് മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടാൻ വേണ്ടി നരേന്ദ്രമോദിയെ ഒന്ന് വിറപ്പിച്ച് നിർത്തിയെന്ന് ദേശീയ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊക്കെ ഒരു വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി ഷമാ മുഹമ്മദ് ഒരു കളി കളിച്ചു. പക്ഷെ അത് ഷമാ മുഹമ്മദിന് തന്നെ ആ അടി നേരെ തലമണ്ടയ്ക്ക് വന്ന് അടിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഷമാ മുഹമ്മദിന് കിട്ടിയത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഷമാ മുഹമ്മദ് കുഴിച്ച കുഴിയിൽ ഷമാ മുഹമ്മദ് തന്നെ വന്ന് വീഴുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതായത് IIT ഡൽഹിയിലെ ബിരുദാന്തര ചടങ്ങിൽ വേദിയിൽ ഗായത്രി മന്ത്രം ചൊല്ലിയെന്ന ആരോപണമാണ് ഷമാ മുഹമ്മദ് ഉയർത്തിയത്. പക്ഷേ ജെൻസികളാണെങ്കിൽ ഷമാ മുഹമ്മദിനെ അങ്ങ് പച്ചയ്ക്ക് പൊതുമധ്യത്തിലിട്ട് വലിച്ചു കീറി. ഉടനെ തന്നെ സ്പോട്ടിൽ തന്നെ ആ IITയിലെ വിദ്യാർത്ഥികളടക്കം മുൻ വിദ്യാർത്ഥികളടക്കം തിരിച്ചടിച്ചു. ഗായത്രി മന്ത്രമൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിവിടെ ചൊല്ലിയിട്ടില്ല എന്ന്. ഇനിയിപ്പോൾ ആ വേദിയിൽ ഗായത്രി മന്ത്രം ചൊല്ലിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഷമാ മുഹമ്മദെ? അതായത് ചടങ്ങിൽ ചൊല്ലിയത് എന്താണെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുകയാണ്. അതായത് തൈത്തീരിയ ഉപനിഷത്തിലെ ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ശിക്ഷാവലി അതാണ് അവിടെ ചൊല്ലിയതെന്നാണ് മുൻ വിദ്യാർത്ഥികളടക്കം പ്രതികരിച്ചത്. അതായത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അത് ആ ഒരു ചെറിയൊരു ഖണ്ഡികയാണ് അവിടെ IITയിൽ ബിരുദാന്തര ചടങ്ങിൽ നമ്മൾ ആലപിച്ചത് അല്ലെങ്കിൽ ചൊല്ലിയതെന്ന് വിദ്യാർത്ഥികൾ പറയുകയാണ്. ഗായത്രി മന്ത്രം വീട്ടിൽ ചൊല്ലുന്നതാണെന്നും അതൊരു അക്കാഡമിക് ചടങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഷമാ മുഹമ്മദിന്റെ പുതിയ കണ്ടുപിടുത്തം. എന്നാൽ ഭാരതത്തിൽ ഗായത്രി മന്ത്രം ഒരു വിദ്യാഭ്യാസ ചടങ്ങിൽ ഉപയോഗിക്കുന്നതിനെ വിലക്കാൻ ഷമാ മുഹമ്മദിന് ആരാണ് അധികാരം നൽകിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഷമാ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ അടക്കം ഒന്ന് കത്തിച്ചു വിടുക എന്നുള്ളതായിരുന്നു, അവരെയൊക്കെ ഒന്ന് ഇളക്കി വിടുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് കേരളത്തിലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവർ ഇളകുമായിരുന്നു. പക്ഷേ അങ്ങ് വടക്കയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങ് നോർത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഈ ഇസ്ലാമിസ്റ്റുകൾക്കൊക്കെ സാമാന്യ ബോധവും വിവരവും ഉള്ളത് കൊണ്ട് തന്നെ ഷമയുടെ വാക്കുകൾ അവരൊരു വില പോലും എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്? സർവവ്യാപിയായി ഭൂമിയിലും അന്തരീക്ഷത്തിലും ആകാശത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തിന്റെ ദൈവികമായ ഊർജ പ്രവാഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ ശ്രേഷ്ഠമായ ചൈതന്യം തങ്ങളുടെ ബുദ്ധിവൃത്തങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഇങ്ങനെയാണ് ഗായത്രി മന്ത്രത്തിന്റെ ഒരു അർത്ഥം വരുന്നത്. ഈ ഒരു മന്ത്രം ബിരുദാന്തര ചടങ്ങിൽ ചൊല്ലുന്നതിൽ എന്താണ് ഷമാ മുഹമ്മദ് തെറ്റ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിലും കാണുന്ന ഒരു ദൈവിക മന്ത്രമാണ് ഈ ഗായത്രി മന്ത്രം. ഭാരതീയ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഉപനയ സമയത്ത് ഗുരു ഉപദേശമായി മാത്രം ലഭിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രമെന്നും ഗായത്രി മന്ത്രം കൂടാതെയുള്ള ഒരു മന്ത്രവും ഫലം തരുന്നില്ല എന്നുള്ളതാണ് വിശ്വാസം. എന്തായാലും IIT ഡൽഹിയിലെ ബിരുദാന്തര ചടങ്ങിൽ ചൊല്ലിയത് ഗായത്രി മന്ത്രമായിരുന്നില്ല എന്ന് IIT ഡൽഹിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ പ്രസ്താവനയുമായി രംഗത്തെത്തിയത് ഷമാ മുഹമ്മദിന്റെ തല ഒന്ന് താഴ്ന്നിട്ടുണ്ട്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അറിവ് ആർജിക്കുന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന തൈത്തീരിയ ഉപനിഷത്തിലെ തന്മാം അവതു തത്വക്താരം അവതു എന്ന പ്രശസ്തമായ പ്രാർത്ഥനയാണ് ചടങ്ങിൽ ചൊല്ലിയതെന്നാണ് ഈ വിദ്യാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ളത്. തൈത്തീരിയ ഉപനിഷത്തിലെ ശിക്ഷാവലിയായിരുന്നു ചടങ്ങിൽ കേൾപ്പിച്ചത്. ബ്രഹ്മചര്യ നിഷ്ഠയിലുറച്ചു നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാനായി മടങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഉപദേശമാണിത്. സത്യം പറയുക, ധർമ്മം ചെയ്യുക, സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും നല്ലതിൽ നിന്നും ക്ഷേമകർമ്മങ്ങളിൽ നിന്നും പിഴച്ചു പോകരുത്. അമ്മയെയും അച്ഛനെയും ആചാര്യനെയും അതിഥിയെയും ദേവനായി കരുതുക. കുറ്റമറ്റ കർമ്മങ്ങളെ ചെയ്യാവൂ. ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ മാത്രമേ നിങ്ങൾ അനുസരിക്കാവൂ, അല്ലാത്തവ പാടില്ല എന്നിങ്ങനെയാണ് ഉപദേശങ്ങൾ. എന്തായാലും ഗായത്രി മന്ത്രമായാലും തൈത്തീരിയ ഉപദേശത്തിലെ ശ്ലോകമായാലും അത് ചൊല്ലുന്നതിനെ എതിർക്കാൻ എന്ത് ന്യായമാണ് ഷമാ മുഹമ്മദിന് ഉള്ളതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്. അവർക്കാർക്കും അറിയില്ല ഇത് എന്ത് ന്യായമാണ് ഷമാ മുഹമ്മദ് ഇങ്ങനെ പറയുന്നതെന്ന് അവർക്കാർക്കും അറിയില്ല. IIT ഡൽഹിയുടെ ബിരുദാന്തര ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു മുഖ്യാതിഥി. അതുകൊണ്ടാണ് ഒരു വിവാദം ഉയർത്തി പേരെടുക്കുക എന്ന ദുഷ്ടലാക്കോടെ ഷമാ മുഹമ്മദ് ഇതിനെ ഒരു ആരോപണമായി ഉയർത്തിയത്. IIT പോലെ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു സ്ഥാപനത്തിലെ ചടങ്ങിനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ച് വിവാദം ഉണ്ടാക്കുന്നത് നിരാശാജനകമാണെന്ന് IIT പൂർവ്വ വിദ്യാർത്ഥിയായ ജ്ഞാൻസി മെഹദ് പറയുകയാണ്. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ സത്യം ചെയ്യുക,
നീതിയായി പെരുമാറുക, ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നൊക്കെ കേട്ടപ്പോൾ ഷമാ മുഹമ്മദിന് തന്നെ ചിലപ്പോൾ കുറ്റബോധം തോന്നിക്കാണും. കാരണം കോൺഗ്രസ് എന്ന പാർട്ടിയിൽ കൂടെ നിൽക്കുന്നവന്റെയും അതായത് ഇടതും വലതും നിൽക്കുന്നവന്റെയൊക്കെ കാലേവാരി നിലത്തടിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെയൊക്കെ ഷമാ മുഹമ്മദ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും ഈ ശ്ലോകം കേട്ടപ്പോൾ തന്നെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായി പെട്ടെന്ന് അത് നിർത്തൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷമാ മുഹമ്മദ് അവിടെ കിടന്ന് ഒരു സീൻ കാണിച്ചത്.